അവർക്ക് കുറ്റബോധമുണ്ടാകും. ആ കുറ്റബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ തൗബ ചെയ്യും, അല്ലേ? എന്നാൽ ബിദ്അത്ത് ചെയ്യുന്നവർക്ക് കുറ്റബോധമുണ്ടാവില്ല. അവരത് നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ആര് വിശദീകരിക്കുന്നത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ വിശദീകരിച്ചത്. ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിരുന്നു, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. വഇൻ റആഹ അന്നാസു ഹസന, ജനങ്ങൾ അതിനെ നല്ലതായി കണ്ടാലും, ജനങ്ങൾ അതിനെ നന്മയായി കണ്ടാലും ബിദ്അത്ത് ബിദ്അത്താണ്, അത് ളലാലത്താണ്, അത് പുത്തനാചാരമാണ്, അത് വഴികേടാണ്. ശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായത് പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ പുതുതായി നിർമ്മിക്കപ്പെട്ടതും ളലാലത്താണ്. എല്ലാ ളലാലത്തും നരകത്തിലേക്കുള്ളതാണ്. അതുകൊണ്ട് ജനങ്ങൾ അതിനെ നല്ലതായി കാണുന്നു. നിസ്കാരശേഷമുള്ള കൂട്ടുപ്രാർത്ഥന നല്ലതാണെന്ന് ആളുകൾ വിചാരിക്കുന്നു. അവിടെ ചർച്ച ചെയ്യേണ്ടത് അങ്ങനെ ഒരു കൂട്ടുപ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതാണ്. അള്ളാഹുവിന്റെ റസൂല് നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാരക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയാവുന്ന സമയം ഒരു ഹദീസിൽ അങ്ങനെയാണ് വന്നത്. ഏറ്റവും ചെറിയ സമയം മാത്രം നമസ്കാരത്തിന് ഇമാം നിന്ന സ്ഥലത്ത് അത് അത്ര സമയം മാത്രം ഇരുന്ന് ഉടനെ എഴുന്നേറ്റ് പോകുമായിരുന്നു. അവിടെ ഒരു കൂട്ടുപ്രാർത്ഥന നടത്തിയതായി ഹദീസിന്റെ ഗ്രന്ഥത്തിൽ രേഖയില്ല. പിന്നെയോ സുബഹിക്ക് മാത്രമുള്ള ഒരു കുനൂത്ത് ഇല്ല സഹോദരങ്ങളെ, അത് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ രേഖയായി കടന്നു വരുന്നില്ല. മറിച്ച് സുന്നത്തായി അത് പഠിപ്പിക്കുന്നുമില്ല. കൃത്യമായി അതിനെ വിശദീകരിക്കാൻ സാധിക്കും. സുബഹിക്ക് ശേഷമുള്ള കുനൂത്തിനെ കുറിച്ച് വിശദീകരിക്കുന്ന രംഗങ്ങളിൽ ഒരൊറ്റ ഹദീസിനെ മാത്രം നിങ്ങളെ കേൾപ്പിക്കാം. അൻ അബീ മാലിക് അൽ അശ്അഇ റളിയല്ലാഹു അൻഹു അൻ അബീഹി സല്ലൈതു ഖൽഫ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യഖുനുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്ന് ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്, അവിടുന്ന് കുനൂത്ത് നടത്തിയിട്ടില്ല. പിന്നെയോ സല്ലൈതു ഖൽഫ അബീബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പിന്നിൽ നിന്ന് ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്, ഫലം യഖുനുത്, അവിടുന്ന് കുനൂത്ത് നടത്തിയിട്ടില്ല. വസല്ലൈതു ഖൽഫ ഉമറ, ഉമർ റളിയല്ലാഹുവിന്റെ പിന്നിൽ നിന്ന് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ഫലം യഖുനുത്, അവിടുന്ന് കുനൂത്ത് നിർവഹിച്ചിട്ടില്ല. വസല്ലൈതു ഖൽഫ ഉസ്മാന, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പിന്നിൽ നിന്ന് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ഫലം യഖുനുത്, അവിടുന്നും കുനൂത്ത് നിർവഹിച്ചിട്ടില്ല. വസല്ലൈതു ഖൽഫ അലി, അലി റളിയല്ലാഹുവിന്റെ പിന്നിൽ നിന്ന് ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്, ഫലം യഖുനുത്, അവിടുന്നും കുനൂത്ത് നിർവഹിച്ചിട്ടില്ല. പിന്നെയോ മകനെ വിളിച്ചു പറയാ സുമ്മ ഖാല യാ ബുനയ്യ, പിന്നീട് അദ്ദേഹം പറഞ്ഞു എന്റെ പുന്നാര മോനെ, ഇന്നഹാ ബിദ്അ, ഇന്നഹാ ബിദ്അ, അത് ബിദ്അത്താണ്. ബിദ്അത്ത് ചെയ്തതാണെങ്കിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും പറയുന്നു തൗബയില്ല, തൗബയില്ല, അവർ നല്ലതാണ് എന്ന് വിചാരിച്ച് ചെയ്യുമെന്ന്. അപ്പൊ പിന്നെ ചർച്ച ചെയ്യേണ്ടത് ഈ കുനൂത്ത് ബിദ്അത്താണോ അല്ലേ എന്നതാണ്. ഹദീസ് എന്ന് മനസ്സിലാകുന്നത് സുഹൈൽ മുസ്ലിയാർക്ക് നിഷേധിക്കാൻ പറ്റുമെങ്കിൽ നിഷേധിക്കാം. ഇങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ഇല്ലെന്ന് പറയാം. അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ നിന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും നല്ല അനുചരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പിന്നിൽ നിന്ന്, 4 ഖലീഫമാരുടെ പിന്നിൽ നിന്നും ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോനെ, അവരാരും കുനൂത്ത് നിർവഹിച്ചിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് വാശിയുള്ളത് കൊണ്ടല്ല. പിന്നെ എങ്ങനെയാണ് നിർവഹിച്ചത്? അനസ് റളിയല്ലാഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാനത ശഹ്റൻ, ഒരു മാസക്കാലം കുനൂത്ത് ഓതി. പിന്നെയോ എന്താണ് കുനൂത്ത്, എങ്ങനെയായിരുന്നു? യദ്ഉ അലാ ഹിയാഇൻ മിൻ അഹ്യാഇൽ അറബി, അറബി ഗോത്രങ്ങളിൽപ്പെട്ട ചില ഗോത്രങ്ങൾക്കെതിരെയുള്ള പ്രാർത്ഥനയായിരുന്നു അത്. സുമ്മ തറക്കഹു, പിന്നീട് അത് ഉപേക്ഷിച്ചു. ഒരു മാസക്കാലം നടത്തി. അത് സുബഹിക്ക് മാത്രമായിരുന്നു. സുബഹിക്ക് മാത്രമുള്ള ഒരു കുനൂത്ത് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് കാണിക്കാനേ സാധ്യമല്ല, സ്വഹീഹായ ഹദീസ് കൊണ്ട്. അപ്പൊ ചർച്ച ചെയ്യേണ്ടത് സുബഹിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന, സുബഹി നിസ്കാരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കുനൂത്ത്, ആ കുനൂത്ത് ഉള്ളതാണോ? അള്ളാഹുവിന്റെ റസൂൽ അംഗീകരിച്ചതാണോ? സഹാബത്ത് ചെയ്തതാണോ? അത് ദീനിൽ പുതുതായി വന്നതാണ് എന്നതാണ് സത്യമെങ്കിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞതുപോലെ വ്യഭിചരിച്ചവനും കള്ളുകുടിച്ചവനും കുറ്റബോധമുണ്ടാകുമെന്ന് പറഞ്ഞ പോലെ ഇത് ചെയ്യുന്നവൻ നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്, അവന് കുറ്റബോധമുണ്ടാകില്ല, അവൻ തൗബ ചെയ്യില്ല എന്നതുപോലെ നിസ്കാരശേഷമുള്ള കൂട്ടുപ്രാർത്ഥന നിർവഹിച്ചവൻ നല്ലതാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണുന്നത് അള്ളാഹുവിന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞ് ഒരൽപ്പസമയം മാത്രം അവിടെ തങ്ങി എഴുന്നേറ്റ് പോകുമായിരുന്നു.
തങ്ങിയത് എന്തിനാന്ന് പറഞ്ഞു? കൂട്ടുപ്രാർത്ഥന നടത്താനല്ല. ഹദീസിൽ തന്നെ പറഞ്ഞു, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് തുടങ്ങുന്ന കുറച്ച് ദിക്റുകൾ അവിടുന്ന് ഉച്ചരിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകുമായിരുന്നു. അല്ലേ? അപ്പൊ ചർച്ച ചെയ്യേണ്ടത് ഇതൊക്കെ ബിദ്അത്താണോ എന്നാണ്. ബിദ്അത്താണ് എന്നതാണ് സത്യമെങ്കിൽ അത് ഗൗരവമാണ്. പൊന്മള പറഞ്ഞതുപോലെ വ്യഭിചാരവും കള്ളുകുടിയും ഒക്കെ തിന്മയാണ്, ഹറാമാണ് എന്നത് സത്യമാണെങ്കിലും അവർ നമ്മുടെ മതത്തിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. കുറ്റബോധമുണ്ടായി അവർ തിരിച്ചു വരും. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്നവർക്ക് ആ ബോധമുണ്ടാവില്ല. നന്മയാണെന്ന് വിചാരിച്ചവർ മുന്നോട്ട് പോകും. അത് വിശദീകരിക്കാനാ ബാലുശ്ശേരി ഇത് പറഞ്ഞത്. അതല്ലാതെ ഏതെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്താനും കളിയാക്കാനുമല്ല. പിന്നെ വലിയ പരാതി എന്താ അറിയോ? നബിന്റെ വാപ്പ, നബിന്റെ ഉമ്മ നരകത്തിലാണെന്ന് ബാലുശ്ശേരി പറഞ്ഞു. കേട്ടോളൂ. ഇനി മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ദീൻ മനസ്സിലാക്കിയ ഇവർ ആരെയാണ് സ്വർഗത്തിലേക്ക് കടത്തുന്നത്, ആരെയാണ് നരകത്തിലേക്ക് കടത്തുന്നത്, അത് നമുക്ക് നോക്കാം. ഇവർ യഥാർത്ഥത്തിൽ ദീൻ മനസ്സിലാക്കിയാലോ? ബഹുമാനപ്പെട്ട ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും ഉപ്പയും, ആ ഉമ്മയും ഉപ്പയും നരകത്തിലാണെന്ന് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് സ്വർഗത്തിലും നരകത്തിലേക്ക് ആരെ കയറ്റുന്നറിയോ? അത് അദ്ദേഹം പറയട്ടെ. രക്തം എന്റെ കുടുംബത്തിലാണ്. പക്ഷെ എന്താ പറഞ്ഞ ടീമൊക്കെ നൽകുന്നില്ല. എന്റെ വാപ്പ രക്തം എന്റെ കുടുംബത്തിലാണ്. പക്ഷെ എന്താ പറഞ്ഞ ടീമൊക്കെ നൽകുന്നില്ല. ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, എന്റെ വാപ്പ എവിടെയാണ്? അവന് നരകത്തിലാണ് നിന്റെ വാപ്പ. അത് കേട്ട മനുഷ്യൻ കരഞ്ഞോൻ തുടങ്ങിപ്പോയി. റസൂലുള്ളാഹിയെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, കരയണ്ട, കരയണ്ട, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയും നരകത്തിലാണെന്ന് പറയുന്ന വഹാബികളെ, നിങ്ങളും ഇസ്ലാമിലേക്ക് വരൂ. ഓ എന്റെ ഉമ്മമാരെ, എന്റെ നാട്ടുകാരെ, ഇവരെ തിരിച്ചറിയാൻ നിങ്ങൾ വൈകിയെങ്കിൽ ഇനിയെങ്കിലും തിരിച്ചറിയൂ. അല്ലാഹു നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപ്പയും ഉമ്മയും നരകത്തിലാണെന്ന് പറഞ്ഞ ഈ സമുദായത്തെ തിരിച്ചറിയാൻ സമയമായിട്ടില്ലേ എന്നാ ചോദ്യം. കേട്ടോ, ഇമാം നബവിനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? ആയിട്ടില്ലേ? ഇതേതാ ഗ്രന്ഥം? ഇതേതാ ഗ്രന്ഥം? സ്വഹീഹ് മുസ്ലിം. കേട്ടോ, എല്ലാവരുടെ അടുത്തുണ്ട്. ഇനി വേണമെങ്കിൽ നോക്കിക്കോ കൊണ്ടേയിട്ട്. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം എന്നാ വായിക്കുന്നത്. അതിന്റെ 4ാമത്തെ വോള്യം. എവിടെ പറയുന്നത്? എന്താ പറഞ്ഞത്? കേട്ടോളൂ. രണ്ടും വായിക്കാം. വാപ്പാനെ പറ്റി പറഞ്ഞതും പറയാം, ഉമ്മാനെ പറ്റി പറഞ്ഞതും പറയാം. ഇത് മുജാഹിദിന്റെ വാദമല്ല. ഞങ്ങൾ ഒരൊറ്റ സ്ഥലത്തും, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ബാലുശ്ശേരി പറയേണ്ടി വന്നത് എന്തെങ്കിലും ഒരു പശ്ചാത്തലം ഉണ്ടാവും. ഒരു സ്ഥലത്തും നബിന്റെ വാപ്പ നരകത്തിലാണ്, നബിന്റെ ഉമ്മ നരകത്തിലാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഒരു ലാഭവും കിട്ടാനില്ല, ഒന്നും കിട്ടാനില്ല. ഇതാരെങ്കിലും ഇങ്ങനെ കേട്ടിട്ട് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് തോന്നുന്നല്ലാതെ ലാഭമൊന്നുമില്ല. പക്ഷേ ഇവിടെ അത് കിട്ടിട്ട് ഈ സമുദായത്തിന് തിരിച്ചറിയാനായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇത് പറയാനുള്ള പശ്ചാത്തലം എന്തെന്ന് പറയുന്നു. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഖുർആൻ കഴിഞ്ഞാൽ, ബുഖാരി കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികമായ ഹദീസിന്റെ ഗ്രന്ഥം ഇമാം മുസ്ലിമിന്റെ സ്വഹീഹാണെങ്കിൽ ആ സ്വഹീഹിൽ പറയുന്നത് കേട്ടോളൂ. ഞാൻ പറയില്ല, അതിൽ നിന്നാ വായിക്കുന്നത്. ശരിക്കു ശ്രദ്ധിച്ചോളൂ. സാറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറ ഉമ്മിഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിച്ചു. ഫബക വഅബ്ക മൻ ഹൗലഹു ഫഖാല ഇസ്തഅദൻതു റബ്ബി ഫീ അൻ അസ്തഗ്ഫിറ ലഹാ ഫലം യുഅദൻ ലി വസ്തഅദൻതുഹു ഫീ അൻ അസൂറ ഖബറഹാ ഫഉദിന ലി ഫസൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുൽ മൗതാ. എന്താ അതിന്റെ അർത്ഥം? എന്താ സുഹൈൽ മുസ്ലിയാരെ ഇതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഫീ അൻ അസ്തഗ്ഫിറ ലഹാ, ഉമ്മക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ നടത്തട്ടെ, എന്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ പാപമോചന പ്രാർത്ഥന നടത്തട്ടെ, റബ്ബേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ പറയട്ടെ എന്ന് അല്ലാഹുവിനോട് ചോദിച്ചപ്പോ ഫലം യുഅദൻ ലീ, എനിക്കനുവാദം കിട്ടിയില്ല. പിന്നെ എനിക്ക് എന്തിനാ അനുവാദം കിട്ടിയത്? ഫീ അൻ നസൂറ ഖബറഹാ,
ആ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ എനിക്ക് അനുവാദം കിട്ടി. അത് ചോദിച്ചപ്പോ ഫഉദിനലി, എനിക്കതിന് അനുവാദം കിട്ടി. ഫസൂറുൽ ഖുബൂറ ഫഇന്നഹാ തുദക്കിറുൽ മൗത, അങ്ങനെ സന്ദർശിച്ചാൽ മരണബോധമുണ്ടാകും. എന്താ വിഷയം? ശരിക്ക് കേട്ടോളൂ, വേണമെങ്കിൽ കൊണ്ടുപോയി നോക്കിക്കോ. അല്ലാഹുവിന്റെ റസൂൽ സ്വന്തം മാതാവിന്റെ ഖബർ സിയാറത്ത് ചെയ്യട്ടെ, അവിടേക്ക് പോയിട്ട് ഇസ്തിഗ്ഫാർ നടത്തട്ടെ എന്ന് ചോദിക്കുമ്പോ ലോകത്തിന്റെ നാഥനായ റബ്ബ് പറഞ്ഞു, ലോകത്തിന്റെ നാഥനായ റബ്ബ് പറഞ്ഞു, പാടില്ല, ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല, ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല. വേണമെങ്കിൽ നബിയെ താങ്കൾ ഉമ്മയുടെ ഖബർ പോയി സന്ദർശിച്ചോളൂ, ആ സന്ദർശിക്കുന്നത് കൊണ്ട് മരണബോധമുണ്ടാകും. അതിലിപ്പോ എന്താ? ഉമ്മ നരകത്തിലാണുണ്ടോ? ഇനി കേട്ടോളൂ, ഇതിനെ വിശദീകരിക്കുന്നതാരാ? ഞാനല്ല, ഇമാം നബവി ഈ ഹദീസിന്റെ അടിയിൽ അടിക്കുറിപ്പ് കൊടുക്കുന്നത് കേട്ടോളൂ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഹദീസ് അങ്ങനെ തന്നെ ഉദ്ധരിച്ചു. ആദ്യം സാറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ ഉമ്മിഹി എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ചിട്ട് ഫബക വഅബ്കാ മൻ ഹൗലഹു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വായിച്ച ഹദീസ് അങ്ങ് കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നു ഫീഹി, ഈ ഹദീസിൽ ജവാസ്, അനുവദനീയമാണ്, സിയാറത്തുൽ മുശ്രിക്കീന ഫിൽ ഹയാത്ത്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് മുശ്രിക്കുകളുടെ ഖബർ സന്ദർശിക്കുന്നത് അനുവദനീയമാണ്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് മുശ്രിക്കുകളുടെ ഖബറും സന്ദർശിക്കുന്നത് അനുവദനീയമാണ്. പോരാ വഖുബൂരിഹിം ബഅദൽ വഫാത്ത് ലിഅന്നഹു ഇദാ ജാസത് സിയാറത്തുഹും ബഅദൽ വഫാത്തി വഫിൽ ഹയാത്തി ഔലാ വഖദ് ഖാല അല്ലാഹു തആല വസാഹിബുഹുമാ ഫിദ് ദുനിയ മഅറൂഫാ വഫീഹി അന്നഹ്യു അനിൽ ഇസ്തിഗ്ഫാർ ലിൽ കുഫാർ. ഞാനാ പറഞ്ഞത് മുജാഹിദാ പറഞ്ഞത്, മുജാഹിദ് ഉസ്താദാ പറഞ്ഞത്. ഇമാം നബവി ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കൊണ്ടുപോയിക്കോ, കിതാബ് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. ഇതിലേതെങ്കിലും ഒരു മലയാളം എഴുതി ഫിറ്റ് ചെയ്തിട്ട് പറയല്ല, മുജാഹിദ് ഉസ്താദത്തിന്റെ ഏതെങ്കിലും ഒരു മാസിക ഫിറ്റ് ചെയ്തിട്ട് പറയല്ല. ഇതാ ഇമാം മുസ്ലിമാണ് പറയുന്നത്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് മുശ്രിക്കുകളുടെ ഖബറും സന്ദർശിക്കാം, മുശ്രിക്കുകളുടെ ഖബറും സന്ദർശിക്കാം. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് കാഫിറുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല. ഇത് മുജാഹിദിന്റെ മേലെ കയറിയേ ഞങ്ങൾ പറഞ്ഞതാ. ഇത് ഉമ്മാനെ പറ്റി. ഇനി കേൾക്കണോ വാപ്പാനെ പറ്റി പറഞ്ഞ്? എന്താ? സഹീഹ് മുസ്ലിം, സഹീഹ് മുസ്ലിം 2ാമത്തെ വോള്യം കേട്ടോളൂ. ഹദീസ് ഇത് വെറുതെ പറയല്ല, മുജാഹിദ് പ്രസ്ഥാനം വാറോല പറയുന്നവരല്ല. കേട്ടോ തെളിവ്. ഇത് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് ലാഭമുണ്ടായിട്ടല്ല. സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുക. നബിന്റെ വാപ്പ വരെ നരകത്തിലാണെന്ന് പറഞ്ഞവരായിവര്, നബിന്റെ ഉമ്മ വരെ നരകത്തിലാണെന്ന് പറഞ്ഞവരായിവര് എന്ന് പറഞ്ഞിട്ട് ഈ ടീമിനെ മനസ്സിലാക്കാൻ സമയമായില്ലേ എന്നൊക്കെ ചോദിച്ച് വികാരം കൊള്ളിക്കുമ്പോ ഞങ്ങൾക്കിത് വായിക്കേണ്ടി വന്നതാണ്. കേട്ടോ ഹദീസ് കേട്ടോ. അന്ന റജുലൻ എന്താ? ഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്, അവിടുന്ന് പറഞ്ഞു വിശദീകരിച്ചു തരികയാണ്. ഒരാൾ വന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഐന അബി, എന്റെ വാപ്പ എവിടെയാണ് നബിയെ എന്ന് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നു. അപ്പൊ ഖാല, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തു, ഫിന്നാർ, നിന്റെ പിതാവ് നരകത്തിലാണ്. ഞാൻ വായിക്കുന്നത് സഹീഹ് മുസ്ലിമിൽ നിന്നാണ്, എന്റെ വക ഒന്നും കൂട്ടുന്നില്ല. പിന്നെയോ അങ്ങനെ ഫലമ്മാ ഖഫാ ദഅാഹു, അയാൾ പ്രയാസപ്പെട്ട് തിരിച്ചു പോകുമ്പോ, കരഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ട് തിരിച്ചു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്ന അബീ വ അബാക ഫിന്നാർ, നിന്റെ ഉപ്പ മാത്രമല്ല എന്റെ ഉപ്പയും നരകത്തിലാണ്, നിന്റെ ഉപ്പ മാത്രമല്ല എന്റെ ഉപ്പയും നരകത്തിലാണ്. സഹീഹ് മുസ്ലിമാണ് പറയുന്നത്. വന്ന് കൊണ്ടുപോയിക്കോ, നോക്കി മറിച്ചു നോക്കിക്കോ. ഇനി ദാ അതിൽ പ്രത്യക്ഷത്തിൽ തന്നെ നിന്റെ ഉപ്പയും എന്റെ ഉപ്പയും നരകത്തിലാണെന്നുണ്ട്. ഇനി ഇമാം നബവി വിശദീകരിച്ചത് എന്താ? ഇത് നബിന്റെ ഉപ്പാനെ പറ്റിയാണ്, അല്ല എന്നാണോ? അങ്ങനെ മിണ്ടരുത് എന്നാണോ? പറയരുത് എന്നാണോ? എന്താ വിശദീകരിച്ചത്? ഈ ഹദീസ് ഉദ്ധരിച്ചു. അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് ഐന അബി ഖാല ഫിന്നാർ ഫലമ്മാ ഖഫാ ദഅാഹു ഇന്ന അബി വ അബാക ഫിന്നാർ ഫീഹി. കേട്ടോളൂ, ഇമാം നബവി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അന്നമൻ മാത അലൽ കുഫരി ഫഹുവ ഫിന്നാർ ഫലാ തൻഫഉഹു ഖറാബത്തുൽ മുഖറബീൻ വഫീഹി അന്നമൻ മാത ഫിൽ ഫതറതി അലാ മാ കാനത് അലൈഹിൽ അറബു മിൻ ഇബാദത്തിൽ ലൗസാനി ഫഹുവ മിൻ അഹ്ലിൻ നാർ. എന്ത്
എന്താ വിശദീകരിച്ചത്? ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താകുന്നു? ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് ആരെങ്കിലും മൻ മാത അലൽ കുഫ്രി, കുഫറിൽ ഒരാൾ മരിച്ചു പോയാൽ ഫഹുവ ഫിന്നാർ, അവൻ നരകത്തിലായിരിക്കും. പിന്നെയോ എന്തുകൂടി പറഞ്ഞു? അവിടെ കുടുംബ ബന്ധമോ അടുപ്പമോ പ്രശ്നമല്ല. ലോകത്തിന്റെ റഹ്മത്തുല്ലിൽ ആലമീനായ നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പിതാവല്ലേ? കുടുംബ ബന്ധത്തിനോ അടുപ്പത്തിനോ അതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല. വഫീഹി അന്ന മൻ മാത ഫിൽ ഫത്രതി അലാ മാ കാനത് അലൈഹിൽ അറബു മിൻ ഇബാദത്തിൽ ഔസാനി ഫഹുവ മിൻ അഹ്ലിൻ നാർ. ബിംബാരാധന ചെയ്ത്, അതെ ആ സമുദായം ചെയ്ത പോലെ ബിംബാരാധനകൾ നിർവഹിച്ച് മരിച്ചു പോയ ഒരു മനുഷ്യൻ നരകത്തിലാണ് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല എന്ന് ഇമാം നബവി വിശദീകരിച്ചു. ഇനിയാണ് തെളിവ്. ബൈഹഖിയുടെ തെളിവ് പിടിച്ചോ. ബൈഹഖി എന്താ വിശദീകരിച്ച് പറഞ്ഞത്? വകൈഫ ലാ യകൂനു അബവാഹു വജദ്ദുഹു ബിഹാദിഹി സിഫ ഫിൽ ആഖിറതി വകാനു യഅബുദൂനൽ വസന ഹത്താ മാതു. നബിയുടെ ഉമ്മയെയും വാപ്പയെയും കുറിച്ച് ഇമാം ബൈഹഖി പറയാണ്, മരിക്കുന്നത് വരെ ബിംബാരാധന ചെയ്തവരാണ് അവർ. എന്നിട്ട് മുജാഹിദിനെ മെതക്ക് പറഞ്ഞു തരാ, മരിക്കുന്നത് വരെ ബിംബാരാധന ചെയ്തവരാണ്. ബൈഹഖിയെ പറഞ്ഞത് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അടുത്ത് ഉദ്ധരിച്ചതല്ല. ഇമാം ബൈഹഖി സ്വന്തം അഭിപ്രായം പറഞ്ഞതാ. എന്ത്? ബിംബാരാധന മരിക്കുന്നത് വരെ അവർ ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് ഒക്കെ ഉദ്ധരിച്ചു ബൈഹഖി പറയുമ്പോ. ഏത് ഹദീസ്? ഞാൻ ഇപ്പോൾ വായിച്ച 2-ാം വാള്യത്തിലെ ഹദീസ്, നേരത്തെ വായിച്ച 4-ാം വാള്യത്തിലെ ഹദീസ് ഒക്കെ വായിച്ചിട്ട് ഇമാം ബൈഹഖി പറയാണ്, മരിക്കുന്നത് വരെ അവർ ബിംബാരാധന ചെയ്തു. എന്നിട്ട് അത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കേ, അത് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കേ. ഇത് മറുപടിയാ. ഉണ്ടെങ്കിൽ പറ മറുപടി, ഉണ്ടെങ്കിൽ പറ മറുപടി, ഉണ്ടെങ്കിൽ പറയണം. അതാ ഖണ്ഡനം എന്ന് പറഞ്ഞാ പോരാ. തെളിവില്ലാതെ അല്ല പറഞ്ഞത്, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കണം. കാര്യങ്ങളെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതല്ല. അപ്പൊ നബിയുടെ വാപ്പ നരകത്തിലാണ്, ഉമ്മ നരകത്തിലാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരു ലാഭമില്ല. ഞങ്ങളിത് സാധാരണ ഒരു പൊതുപ്രസംഗത്തിൽ പറയാറില്ല. ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയേണ്ടി വരും. അത് ഹദീസിലുള്ളതാ, ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാ, ഇമാം നബവി വിശദീകരിച്ചതാ, അല്ലേ? ഞങ്ങൾ വിശദീകരിച്ചതല്ല. അതിന്റെ വിശദീകരണം ഞാൻ വായിച്ചു കേൾപ്പിച്ചു. അല്ല, എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യം അതിന്റെ പിന്നിൽ ഉണ്ടായിട്ട് പറയല്ല എന്ന് മനസ്സിലാക്കണം. അടുത്ത ഭാഗം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സലാത്തിനെ കുറിച്ചായിരുന്നു. ആ ഭാഗം ഞാനിപ്പോ കേൾപ്പിക്കുന്നില്ല. കഴിഞ്ഞ പ്രസംഗം സമയത്തിന്റെ കുറവുണ്ട്. ആ കഴിഞ്ഞ പ്രസംഗത്തിൽ ക്ലിപ്പൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നതാ. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ കേൾപ്പിച്ചിരുന്നു സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് KV പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അത് പറയാനുള്ളൊരു കാരണം കൂടി പ്രിയപ്പെട്ടവരെ, KV അത് പറയാനുള്ള കാരണം നിങ്ങളന്ന് കേൾപ്പിച്ചിരുന്നു. അത് സുഹൈൽ മുസ്ലിയാർ വിശദീകരിക്കുന്നുണ്ട്. അതിങ്ങനെ പ്രസംഗത്തിന്റെ ഇടയിൽ പിന്നെ ഈ പ്രസംഗിക്കുന്ന ആള് കുഴങ്ങുമ്പോ സദസ്സിനോട് പറയാ നിങ്ങളൊക്കെ ചൊല്ലിക്കോളി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ചായ കുടിക്കലാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ അതിനൊക്കെ വിശദീകരണം ഞാൻ കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വലാത്തിനെതിരല്ല. സ്വലാത്ത് ചൊല്ലണം, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചുരുക്കി പറയണം. സമയമുണ്ടെങ്കിൽ അത് സുദീർഘമായ സ്വലാത്ത് തന്നെ ചൊല്ലണം എന്നൊക്കെ വാദിക്കുന്നവരാണ്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. മറ്റൊരു വാദം സുഹൈൽ തങ്ങൾ പറയുന്നത്, KV നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ദജ്ജാൽ എന്ന് പറഞ്ഞു, നബിയെ കുറിച്ച് ദജ്ജാൽ എന്ന് പറഞ്ഞു. കേട്ടോളൂ സുഹൈൽ തങ്ങൾ പറയുന്നത്. പിന്നെ ഈ മൗലവി പറഞ്ഞറിയോ, നമ്മളൊക്കെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി, സൃഷ്ടികളിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ആൾ, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ഇയാൾ പറയാറിയോ, റസൂലുള്ളാഹിനെ പറ്റി ശരിക്കും നിങ്ങൾ പഠിച്ചാൽ അഷ്റഫുൽ ഖൽഖ് എന്നല്ല പറയാ, ദജ്ജാലിനെ ഓർമ്മപ്പെടുത്തണം. ഈ ലത്തീഫ് പോലും പറയാറ് സുഹൈൽ തങ്ങളോട് പറയുന്നത് അഷ്റഫുൽ ഖൽഖ്. പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊരിയപ്പോഴേക്കും തന്ത തെറിച്ചു പോയി. അവിടെ നിന്ന് നടന്നു. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നവരൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരെ ഏറ്റെടുക്കുന്നോ ഓരൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി നല്ല അറിഞ്ഞാല് ആളില്ലേ. നമ്മൾക്ക് നോക്കട്ടെ, ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായില്ല. ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഉണ്ടായ പ്രശ്നം മുഴുവൻ ഉണ്ടായി.
പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോട് പറയാറില്ല. ഈ പ്രസംഗത്തില് മുജാഹിദുകളെയും സുന്നികളെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് കെ വി സംസാരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വാപ്പ മരിച്ചുപോയി. 6 വയസ്സായപ്പോഴേക്ക് ഉമ്മ മരിച്ചുപോയി. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ പറയാ? നമ്മളാണെങ്കിൽ എന്താ പറയാ? ഇന്ന കുട്ടി ഉണ്ടായിട്ട് എന്റെ കമ്പനി ഉണ്ടായത്. അവിടെ നബിനെ ദജ്ജാൽ എന്ന് പറഞ്ഞ് ആണോ?